ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോൻ്റെ പാർട്ട് 2 സ്റ്റിച്ചിങ് ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കോളർ കുർത്തിയുടെ കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യവും വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യണതെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഫ്രണ്ട് പോർഷൻ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ മാർക്കിങ്ങുകൾ കൊടുക്കാം. ഞാനിവിടെ നെക്കിൻ്റെ വീതി 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3.25 ഇഞ്ച് ഇത് എവിടെയാണ് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി നേരെ അടിയിലേക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഞാൻ 6.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്കിൻ്റെ ഇറക്കം നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം കേട്ടോ. എനിക്ക് അധികം ഇറുകി പിടിച്ചിരിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ 6.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണേ. ഇത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ, ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. പിന്നെ ബാക്കിൽ അധികം ഇറക്കുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ഫ്രണ്ട് 6.25 കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിൽ എനിക്ക് വേണ്ട ആ ഒരു നെക്കിൻ്റെ ഷേപ്പ് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. വി നെക്ക് തന്നെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം എനിക്ക് വേണ്ട നെക്ക് പാറ്റേൺ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതങ്ങ് നിവർത്തി കഴിഞ്ഞാൽ ആ ഒരു ചോക്കിൻ്റെ മാർക്കിംഗ് അപ്പുറത്തെ സൈഡിലും വന്നിട്ടുണ്ട്. അത് ആ ഒരു സൈഡിലും കൂടി നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സൈഡിൽ ചോക്കും കൊണ്ട് മാർക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു പാട് ഇവിടെ കിട്ടി കേട്ടോ. അതുകൊണ്ടാണ് സെയിം ആ ഒരു ലൈനിൽ കൂടെ തന്നെ എനിക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റിയേ. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് മെയിൻ ഫാബ്രിക് എടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പം നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ മെയിൻ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഇത് മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശമാണ് കേട്ടോ. ഈ ഒരു നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമുക്ക് ഈ ഒരു ലൈനിങ് ചേർത്ത് വെക്കാം. ലൈനിങ് ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ നെക്ക് വരച്ചില്ലേ, ആ സെയിം വരച്ചേക്കടെ തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്കടെ തന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ വരച്ചേക്കടെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 2 വട്ടം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വരച്ചേന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതേ ഷേപ്പ് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തേന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ട് അതേ ഷേപ്പ് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൽ കൊള്ളാൻ പാടില്ല, എന്നാൽ ഡീപ്പായിട്ട് കട്ട് ചെയ്യാൻ വേണം. അങ്ങനെ ഈ ഒരു നെക്ക് പാറ്റേണിൻ്റെ ചുറ്റും കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകൾ ചിരിച്ചിട്ട് കൊടുക്കുക. കട്ടിട്ട് കൊടുത്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ ഈ ഒരു നെക്കിന് ചുറ്റും ചെറിയ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലൈനിങ് ഫാബ്രിക് ബാക്കോട്ട് മറിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ബാക്കോട്ട് മറിച്ചെടുക്കുക. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ലൈനിങ് ഫാബ്രിക് ഇതുപോലെ ബാക്കോട്ട് മറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ അരികത്തേക്കൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതങ്ങ് പതിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അങ്ങനെ ഫ്രണ്ട് നെക്ക് നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്ക് നെക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്ക് നെക്ക് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് ചെയ്യാനായിട്ട് ഞാൻ ബാക്ക് പോർഷനിലെ ലൈനിങ് കൂടി എടുത്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്തായിട്ട് നെക്കിൻ്റെ വീതി സെയിം 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3.25 ഇഞ്ച് ഇത് എവിടെയാണ് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇത് കോളർ നെക്കാണ്. ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ ഒരു 1/2 ഇഞ്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 1/2 ഇഞ്ച് ഇത് എവിടെയാണ് വരുന്നത് അതങ്ങ് മാർക്ക് ചെയ്തു. ഇനി ചെറുതായിട്ടൊന്ന്
ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റ് ഇങ്ങോട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ബാക്ക് നെക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നെക്ക് എങ്ങനെയാണോ ചെയ്തത് ആ സെയിം മെത്തേഡിൽ തന്നെയാണ് കേട്ടോ ബാക്ക് നെക്കും ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് നെക്ക് ചെയ്തതിന് ശേഷം കാണിക്കാം. ഫ്രണ്ട് നെക്ക് ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ബാക്ക് നെക്കും ഇപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അതിനായിട്ട് ബാക്ക് പോർഷന് നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഫ്രണ്ട് പോർഷന് നല്ല വശം ചേർത്ത് വെക്കാം. അപ്പം രണ്ടിൻ്റെയും നല്ല വശം നമുക്ക് ചേർത്ത് വെക്കാം കേട്ടോ. അങ്ങനെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ഇഞ്ചിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ചിൽ നമുക്ക് ഇതുപോലെ ഷോൾഡർ ചെരിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡിലും ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ. അങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ഷോൾഡർ ജോയിനിങ്ങിൻ്റെ താഴേക്ക് ഞാനൊരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഷോൾഡർ ജോയിനിങ് വരുന്നത്. ആ ഒരു പോയിന്റിൽ ടേപ്പ് വെച്ച് നേരെ അടിയിലേക്ക് ഞാനൊരു 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതെവിടെയാണ് 4.5 ഇഞ്ച് വരുന്നത്, ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം ഓപ്പോസിറ്റ് സൈഡിലും 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഷോൾഡർ ജോയിൻറ്റിൻ്റെ അവിടെ ടേപ്പ് വയ്ക്കുക, നേരെ അടിയിലേക്ക് 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെയാണ് 4.5 ഇഞ്ച് വരുന്നത്, അതും മാർക്ക് ചെയ്തു. അങ്ങനെ രണ്ട് സൈഡിലും 4.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഈ ഒരു ലേസ് എടുക്കുന്നുണ്ട്. ഈ ഒരു ലേസാണ് ഞാൻ കോളറായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കോളറായിട്ട് സ്റ്റിച്ച് ചെയ്യണേക്ക് മുമ്പ് ഈ ഒരു മുകൾ ഭാഗത്ത് നിൽക്കുന്ന ഈ ഒരു വല പോലെ നിൽക്കുന്ന ഐറ്റം ഉണ്ടല്ലോ, അതങ്ങ് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ പയ്യെ അങ്ങ് കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ ഇതുപോലെ അറ്റം വരെ ഇതുപോലെ ഞാനിതങ്ങ് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു മുകൾ ഭാഗത്ത് വല പോലെ നിൽക്കുന്ന ആ ഒരു പാറ്റേൺ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ലേസിൽ കോളറിൻ്റെ പാറ്റേൺ കൊടുക്കാനായിട്ട് ഈ ഒരു ഫ്ലവർ ഉണ്ടല്ലോ, അത് ഈ ഒരു കോളറിൻ്റെ ഷേപ്പിൽ ഞാൻ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല, ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ഈ ഒരു ഷേപ്പിൽ ഞാൻ പയ്യെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആ ഒരു കോളറിൻ്റെ ആ ഒരു ഡയഗണൽ ഷേപ്പ് കിട്ടാനായിട്ട് ഞാൻ ഈ ഒരു പാറ്റേണിൽ ഈ ഒരു ലേസിനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലേസ് ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ലേസ് ഇതുപോലെയാണ് ഉണ്ടായിരുന്നത്. അത് ഞാൻ ഈ ഒരു പാറ്റേണിൽ കോളറിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാനായിട്ട് ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ഇത് നമുക്ക് കളയാം കേട്ടോ. നമ്മൾ ഇതുപോലെയാണ് ഈ ഒരു കോളർ ഇതിൽ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. നല്ല വശത്ത് ഈ ഒരു ലേസ് വെച്ചതിന് ശേഷം മുകളിൽ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കണേ. അടുത്ത 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് വരെ നമ്മൾ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു പോയിന്റിലാണ് ഇത് എൻഡ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു സൈഡിലും ഞാൻ ഇതേ ഷേപ്പ് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ഡയഗണൽ ഷേപ്പ് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കണു. ഇനി ആ ഒരു പാറ്റേൺ ഇതിലങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
അങ്ങനെ ഈ ഒരു കോളറിൻ്റെ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഒരു ലേസ് വെച്ചതിന് ശേഷം കറക്റ്റ് ഈ ഒരു അരികത്തേക്കടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ റൗണ്ടിന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം കാണിക്കാം. കറക്റ്റ് മുകൾ ഭാഗത്ത് വെച്ച് നമുക്ക് റൗണ്ടിന് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു ലേസ് വെച്ച് കൊടുക്കുക. ഇനി പറഞ്ഞ പോലെ ഈ ഒരു ലേസിൻ്റെ മുകൾ ഭാഗത്തേക്കൂടെ നമുക്ക് റൗണ്ടിനങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ കോളർ ഇതേ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത്രയും സിമ്പിളാണ് കേട്ടോ. ലേസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കോളർ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മളിതേ ഇപ്പോൾ അരികത്തേക്കടെ ഒരു സ്റ്റിച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒരു സ്റ്റിച്ചും കൂടി റൗണ്ടിന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഭംഗിയായിട്ട് കോളറൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.